ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഫെഡറിക് ദ ഗ്രേറ്റ് എംപറർ താൻ പഠിച്ചിരുന്ന ബാൻഡ്രക്സ്ബർഗ് നഗരത്തിലെ വിദ്യാലയത്തിലെത്തി. ഭൂമിശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സിൽ കയറി. ചക്രവർത്തി ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിച്ചു, ബാൻഡ്രക്സ്ബർഗ് എന്ന നഗരം ഏത് രാജ്യത്താണ്? ആ കുട്ടി മറുപടി പറഞ്ഞു, സംശയം വേണ്ട, ജർമ്മനിയിലാണ്. ഉടൻ ചക്രവർത്തി ചോദിച്ചു, ജർമ്മനി എവിടെയാണ്? ഉടനെ ആ കുട്ടി മറുപടി പറഞ്ഞു, ജർമ്മനി യൂറോപ്പിലാണ്. വീണ്ടും ചക്രവർത്തി ചോദിച്ചു, യൂറോപ്പ് എവിടെയാണ്? കുട്ടി മറുപടി പറഞ്ഞു, യൂറോപ്പ് ഭൂമിയിലാണ്. ഉടനെ ചക്രവർത്തി വീണ്ടും ചോദിച്ചു, ഭൂമി എവിടെയാണ്? ലവലേശം സംശയമില്ലാതെ കുട്ടി പറഞ്ഞു, ഭൂമി ദൈവകരങ്ങളിലാണ്. ദൈവത്തിൻ്റെ ആഴമായ പരിപാലനത്തെക്കുറിച്ച് ആ കുട്ടിക്ക് സന്ദേഹമില്ലായിരുന്നു. ശാസ്ത്രലോകം അതിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത് ദൈവം എന്നത് കേവലം ഒരു സങ്കല്പമാണെന്നും ഈശ്വരൻ എന്നത് യക്ഷിക്കഥയിലെ ഒരു കഥാപാത്രമാണെന്നും മനുഷ്യരെ ഭയപ്പെടുത്തി നിർത്തുവാനുള്ള ഒരു തന്ത്രമാണ് മതങ്ങൾ മെനയുന്നതെന്നും പരസ്യമായി പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫെഡറിക് ദ ഗ്രേറ്റ് ചക്രവർത്തിക്ക് ആ കുട്ടി നൽകിയ മറുപടി എത്രമാത്രം പ്രസക്തമാണ്. ശക്തമായ ഒരു ആത്മീക അടിത്തറയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ ബാലൻ പറഞ്ഞതുപോലെ മറുപടി പറയുവാൻ സാധിക്കൂ. അത് ശാസ്ത്രലോകം പുരോഗമിക്കുന്നതനുസരിച്ച് സർവചരാചരങ്ങളുടെയും അധിപനായ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രഭയും മഹത്വവും കുറച്ചു കാട്ടുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഈ ലോകത്ത് ഏറി വരികയാണ്. ആത്മീയതയുടെ മറവിൽ എങ്ങനെയും എന്തുമാകാം എന്ന സാഹചര്യം ആധുനിക ലോകത്ത് ഏറി വരുന്നു. സൃഷ്ടികർത്താവായ ജഗത്നാഥന് പ്രഥമ സ്ഥാനം നൽകുവാൻ ഈ ചെറുതലമുറയെ പഠിപ്പിക്കേണ്ട കാലം അധികരിച്ചിരിക്കുന്നു. കേവലം മതപഠനത്തിൽ ഒതുങ്ങാതെ ധാർമ്മിക തത്വത്തിൻ്റെ പ്രഥമ കളരിയായി ഓരോ ഭവനവും ഇന്ന് രൂപപ്പെടണം. പൗരസ്ത്യ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ പ്രകാരം ഭവനം ഒരു ദേവാലയമാണ്. അതുപോലെ വ്യക്തിഹൃദയവും ദേവാലയമാകണം. അർഹതയില്ലാഞ്ഞിട്ടും ദൈവം നൽകുന്ന അനുഗ്രഹത്തെ അനുഭവിക്കുമ്പോൾ ഭക്തൻ്റെ അധരം പൊഴിക്കണം നന്ദി അർപ്പണം അഥവാ കൃതജ്ഞതയുടെ വാക്കുകൾ. നിന്നതല്ല, എന്നെ സർവശക്തനായ ദൈവം നിർത്തിയതാണ്. നേടിയതേയല്ല, എല്ലാം ദൈവം സ്നേഹത്തെ പ്രതി ദാനമായി തന്നിട്ടുള്ളതാണ്. ഈ വിശ്വാസം ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഉറപ്പിക്കണം. അത് നിരന്തരം ഏറ്റുപറയുകയും ചെയ്യണം. അത്തരത്തിൽ ഏറ്റുപറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനവും അർത്ഥപൂർണമായ ആരാധനയും നൽകുവാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് വെറുതെ അധരത്തിൻ്റെ ചലനം സൃഷ്ടിക്കാനേ സാധ്യമായി തീരൂ. ഫെഡറിക് ദ ഗ്രേറ്റ് എംപററോട് ആ കൊച്ചു ബാലൻ പറഞ്ഞതുപോലെ ഭൂമി ദൈവകരങ്ങളിലാണ്. ഭൂമിയും പൂർണ്ണതയും ദൈവത്തിൻ്റേത്. നാമും ദൈവകരങ്ങളിൽ എന്നും പരിലസിക്കുന്നു. ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.